ഹലോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ദൃശ്യം 3. വരുൺ ജീവിച്ചിരിപ്പുണ്ടോ? ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ? ഈ കേസ് തെളിയിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വെച്ചുകൊണ്ടാണ് രണ്ടാം ഭാഗം അവസാനിച്ചത്. സോ നമ്മൾ ഒന്നാം ഭാഗം മാത്രം കഴിഞ്ഞപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് രണ്ടാം ഭാഗം വന്നു. ഇപ്പോഴാ മൂന്നാം ഭാഗം വരാൻ പോകുന്നു. സോ അതിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5 മണിക്ക് ടീം റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കാണണ്ട, സുടുസുടാ നമുക്ക് പെട്ടെന്ന് തന്നെ ടീസർ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. അതാണ് 2026. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. ത്രില്ലർ മ്യൂസിക് അറിയില്ലേ? അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓ, ദൃശ്യം 3. May 21st. മോനെ, മെയ് 1 പാറ്ററിട്ട് മെയ് 21 ദൃശ്യം. ലാലേട്ടന്റെ 2 പടങ്ങൾ മെയ് മാസം. ദാറ്റ്സ് ഗ്രേറ്റ്. എടാ, ആലോചിച്ച് നോക്കിയോട്ടെ, കഴിഞ്ഞ 2 മൂവീസും എൻ്റെ ചെയ്തിരിക്കുന്നത് അമ്മാതിരി ഒരു പെർഫെക്ഷനിലാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന രീതിക്ക്. കാരണം അതിലത്തെ ആ ക്ലൈമാക്സ് ഡയലോഗ് പോലെ അവർ പറഞ്ഞ് എൻ്റെ ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. ഒന്നാം ഭാഗത്തിൽ മോഹൻലാൽ പറഞ്ഞു തീർക്കാണ്, അങ്ങനെ അയാൾ വേറെ ലോകത്തേക്ക് പറഞ്ഞു അയച്ചു എന്നുള്ളത്. രണ്ടാം ഭാഗത്തിൽ നമ്മുടെ പോലീസ് ഓഫീസർ പറയാണ്, നമ്മൾ അവനെയല്ല, അവൻ നമ്മളെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിരീക്ഷണത്തിന്റെ ആ ഒരു ക്രൂഷ്യൽ മൊമെന്റ് അവിടെ കാണിക്കുന്നത്. സോ മൂന്നാം ഭാഗത്തിൽ ജോർജ് ഈസ് വെയിറ്റിംഗ്, സംവൺ വിൽ കം വൺ ഡേ. അതാണ്. സോ മൂന്നാം ഭാഗത്തിൽ അങ്ങനെ ആരെങ്കിലും വന്ന് കേസ് തെളിയിക്കുമോ, അങ്ങനെ ഒരു പുതിയൊരാൾ വരുമോ എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് എല്ലാവരും ഈ സിനിമ കാണാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ഡീസന്റ് ടീസർ അങ്ങനെ പറയാം. ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ത്രില്ലർ മൂവിക്ക് വേണ്ട ബെസ്റ്റ് സാധനമാണ് വെച്ച് കാഴ്ചവെക്കുന്നത്. മതി സാധനം അത്. അനിൽ ജോൺസൺ മാൻ കിടിലണ്ടാ. സോ ഗൈസ്, ടീസർ അടിപൊളിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് ദൃശ്യം 3 കുറിച്ചുള്ള കാര്യങ്ങൾ ഡ്രോപ്പ് ടു ദ കമന്റ്. പുതിയ വീഡിയോ കാണാം. അതുവരേക്കും